അപ്പൊ കളക്ടർ നമുക്ക് ഒരു ദിവസം അവധി തന്നാണ് കേട്ടോ. ആ ദിവസത്തെ നമ്മുടെ ടീയക്കുട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബണ്ണ് തരുന്നവർ എത്ര പേരുണ്ട്? തലയെല്ലാം മുട്ടി. നമ്മുടെ മിട്ടു ആരുടെ മിട്ടു എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടോ? ആരുടെ വിട്ടു എന്ന് പറഞ്ഞത് കേട്ടോ ആരെങ്കിലും? ആ സമയത്തായിരുന്നു നമ്മുടെ ഡാഡി എഴുന്നേറ്റ് വന്നിട്ടോ. അപ്പം ഡാഡിയെ കുറച്ച് ദ്രോഹിച്ചൊക്കെ കഴിഞ്ഞത് ടീക്കുട്ടിയുടെ കൂടെ ഡാഡി ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ നൂലപ്പവും ഇടിയാപ്പവും രണ്ട് സെയിം ആണ് ഗൈസ്. ചിക്കൻ കറിയും ആണ് കേട്ടോ. അപ്പം ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ സ്കൂളില്ലാന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ബിരിയാണിയും കൂടി ഇരുന്നോട്ടെ, ഒട്ടും കുറച്ചില്ല. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അവളുടെ കംഫർട്ട് അവൾ തന്നെ മടക്കി വെക്കാൻ ട്രൈ ചെയ്യാണ്, ഒരു ഷോയ്ക്ക് ചെയ്യാനും മടക്കി വെക്കാറില്ല. മെയിനായിട്ട് ടീക്കുട്ടിയുടെ ഈ ഒരു ആക്സസറീസ് ഒക്കെ ഒന്ന് മടക്കി വെക്കലാണ്. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൈസ് നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മുടെ ഒരു ഗുവ പറിച്ച് അത് കട്ട് ചെയ്ത് കഴിക്കുന്നതിന്റെ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ഒട്ടും വൈകാതെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പൊ സമയം 7 മണിയാട്ടോ. നമ്മളിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു മിനിറ്റ് ലൈറ്റ് ഇല്ലാതെ ആയോ, ഫ്ലാഷ് ഇട്ടിട്ട് ഇതാക്കാട്ടോ, ഇല്ലാച്ച ഞാൻ മൊത്തം ഇരുട്ടാവും. ഇന്നിപ്പം പാലക്കാട് ജില്ലയിൽ നമ്മൾ കളക്ടർ മാം ലീവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നോക്കിയിട്ട് നല്ല വെയിലാണ് ഗൈസ്. ഓക്കെ, ഞാൻ ക്ലൈമറ്റ് കാണിച്ചു തരാം. ടീക്കുട്ടി ഇന്നിപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞേ എഴുന്നേക്കൂ. എക്സാം കഴിഞ്ഞിട്ടോ, ഞങ്ങളുടെ ഓണം എക്സാം എല്ലാം ഫിനിഷായി. ഞങ്ങളിപ്പോൾ ഹാപ്പി മൂഡിലാണല്ലേ ടിയ, ഹാപ്പി വൈബിലാണ്. ഒന്ന് ഓണാക്കാം. ഇത് ടീക്കുട്ടി ഇവിടെ എന്തോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ മിനിറ്റ്, ഇതൊക്കെ ടീക്കുട്ടി ചെയ്തതാട്ടോ. ഞാൻ കാണിച്ചു എഴുന്നേറ്റേ. ഇനി നമുക്ക് ഇടിയാപ്പം, അതായത് നൂലപ്പം ആൻഡ് ചിക്കൻ കറി സ്പെഷ്യൽ. എടാ അങ്ങനെയാടാ ആപ്പം, എടാ നമ്മള് നൂലപ്പം എന്നാ പറയാ, കുറച്ച് പേരൊക്കെ ഇടിയാപ്പം എന്നാ പറയാ. എന്തോ ഓ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ കളക്ടർ ഇല്ല ലൈറ്റ് ഓഫ് ആക്കില്ല, കളക്ടർ ലീവ് പ്രഖ്യാപിച്ചോടെ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് കളിക്കാം. ഇപ്പൊ അത് കേട്ടില്ലേ ഐപാഡ് ഗെയിമൊക്കെ കളിച്ചോളൂ, നോ പ്രോബ്ലം. എൻ്റെ അമ്മേ ഇത്ര പെട്ടെന്ന് ഗൈസ്, ടീക്കുട്ടി ഹൊറർ ആൻഡ് ടെറർ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതേ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെക്കുമെന്ന് ഞാൻ പറയില്ല, കാരണം ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെക്കാറില്ല ഗൈസ്. ഫസ്റ്റ് ബണ്ണ് തരുന്നവർ എത്ര പേരുണ്ട്? തലയെല്ലാം മുട്ടി ഗൈസ്. സെറ്റായി. ദിവസങ്ങൾക്ക് ശേഷം ഒരു റിയൽ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, ഇപ്പം സ്കൂളുള്ള സമയമാണെങ്കിൽ ഒരു 5:45 എഴുന്നേക്കും. ഇപ്പം സമയം 7:30. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ഇനിയിപ്പോൾ എന്താ ഹെയർ ബാൻഡ്, ഒരു ഹെയർ ബാൻഡും വെച്ച് ഇനി നമ്മൾ ഇറങ്ങാൻ പോവുക ഗൈസ്. മിട്ടു കുളിച്ചിട്ട് നിൽക്കുകയാണ്, കാരണം ഇന്ന് കളക്ടർ ലീവ് തന്നതുകൊണ്ട്. നമുക്കിന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അതേ നോക്കിയേ, ക്ലൈമറ്റ് ഒക്കെ നോക്കിയേ, ആകാശം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഇപ്പോൾ ഒന്ന് കുളിപ്പിച്ച 2 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ മിട്ടുവിനെ നമ്മളിതേ കാണിച്ചു തരാം കേട്ടോ. ഹായ് മിട്ടു. കുളിച്ചിട്ട് നിക്കാട്ടോ. ആരടാ വിട്ടു? ആരടാ വിട്ടു എന്ന് പറഞ്ഞത് കേട്ടോ ആരെങ്കിലും? അങ്ങനെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് ഇവിടെ എന്തോ സംഭവിച്ചിപ്പി. കളക്ടർ ഇന്ന് ലീവ് തന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ. ഇന്ന് ട്യൂസ്ഡേ ആണ് ഗൈസ്. ഏതൊക്കെ ജില്ലയിൽ ഈ ട്യൂസ്ഡേ ലീവ് ആണെന്നൊന്ന് കമന്റ്. മാത്രമേ ഉള്ളൂ, എനിക്ക് തൃശ്ശൂർ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇന്നലെ ഇവിടെ വേറെ എന്തോ ഒരു സാധനം, ഇതിന്റെ പേരെന്താ, മറ്റേ വെജിറ്റബിൾസ് ഉണ്ടാക്കി സെല് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതല്ലേ. എന്നിട്ട് വല്ല ഉപകാരം ഉണ്ടോ ടീ അമ്മയ്ക്ക്? നല്ല രസമാണ് കളിക്കാൻ. അതൊരു പൊട്ട ഗെയിം ആട്ടോ അത്. എന്താ സാധനം, എന്തെല്ലാമോ ഇവിടെ ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് പുറത്തൊന്ന് നോക്കിയിട്ട് വരാം. വാടാ. നിന്റെ എന്ത് തുറക്കാന്ന്? നമുക്ക് തുറക്കാം. 1 മിനിറ്റ് ഒന്ന് ലോഡാവട്ടെ. ആ എഗ്ഗിന്റെ ഉള്ളിൽ എന്താ? അത് നമുക്ക് പെറ്റ്സ് ആയിരിക്കും. പെറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഈ കാണാൻ പൊട്ടയാണ് ഗൈസ്, പക്ഷെ അത് നോക്കണ്ട. ഓക്കെ, ഫസ്റ്റ് എഗ്. ഓക്കെ, എന്താ കെട്ട്? ആ എഗ് ഓപ്പൺ ചെയ്യാം നമ്മള്. ഓക്കെ, ഈ കുട്ടിയുടെ പേര് എന്താ? എന്താണെന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം കുട്ടൻ ഓടി വന്നു പോയി.
അതിന്റെ ഉള്ളിൽ എന്താ? എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഈ ഗെയിം ശരിക്കും റിയൽ ആയിട്ട് കളിക്കണം എന്നുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം അല്ലേ ടിയ? ആരൊക്കെ സ്കൂൾ? അത് AJK കോളേജാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളിവിടെ ടീക്കുട്ടിക്ക് ഇന്നലെ ആയിരുന്നു സങ്കടം, കളക്ടർ ലീവ് തരണം എന്ന് പറഞ്ഞിട്ട്. ഇന്ന് നോക്കി താഴെ ഇറങ്ങി വന്ന മിട്ടുവിനെയൊക്കെ ഞാൻ കുളിപ്പിച്ചടാ. ക്ലൈമറ്റ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. താഴെ വെച്ചടാ, മിട്ടുവിനെ കുളിപ്പിച്ചിട്ട് നിർത്തിയതാ. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടോടെ നൂലപ്പം. നിങ്ങളുടെ നാട്ടില് ഇടിയപ്പം എന്നായിരിക്കും പറയാ. ഓക്കെ ശരി. നൂലപ്പം പ്ലസ് നല്ല ചൂട് ചിക്കൻ കറി. പൊള്ളി കൈസ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പുകയല്ല പുക, എന്താ നല്ല സോഫ്റ്റ് ഇടിയപ്പത്തില്, അല്ല സോറി നൂലപ്പം. ഞങ്ങൾ നാട്ടില് ടീക്ക് അത് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് നൂലപ്പം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. ഇന്ന് പഠിക്കാനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്, അത്രയും പഠിച്ച് ഒരു പരുവായിരിക്കാണ്. ഓക്കെ, എക്സാം കഴിഞ്ഞു. മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. ഡാഡി ഇപ്പോഴാട്ടോ എഴുന്നേറ്റ് വരുന്നത്. ഡാഡി എഴുന്നേറ്റ് വരുമ്പം ഇവിടെ ഒരാളിങ്ങനെ കഴിക്കുകയാണ്. അദ്ദിക്കുട്ടൻ അവിടെ ഉള്ളിൽ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞോ? അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വേറൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് നമ്മളെ ബിരിയാണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം സ്കൂളില്ലല്ലോ, കളക്ടർ നമുക്ക് ലീവ് തന്നത് കൊണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് അത്യാവശ്യം കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണി ലവേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് കളക്ടർ അവധി തന്ന ദിവസമായി. ഞാൻ പറയട്ടെ എന്നാലേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ ടീക്കുട്ടി ബ്ലാങ്കറ്റ് അങ്ങനെ മടക്കാറൊന്നുമില്ല, എന്നാലും ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്ന് മടക്കി വെക്കണ്ടേ, അവരവരുടെ കംഫർട്ട് അല്ലെങ്കിലും അല്ലേ ടീ മോളെ? ഇങ്ങനെ താഴെയൊക്കെ ഇട്ടിട്ടാട്ടോ പുള്ളിക്കാരത്തി ചെയ്യുന്നേ. ഇവിടെ നിന്നേടാ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഇവിടെ അപ്പോഴത്തേക്ക് നല്ല വെയിലാ ഗൈസ്. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ നല്ല വെയിൽ, അതായത് ചൊവ്വാഴ്ച? ചിപ്പി, ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ കംഫർട്ട് എല്ലാം മടക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി ടീയാ. ഇവിടെ ഇതുപോലെയാണ് കംഫർട്ട് മടക്കുന്നത്. സൂപ്പർ മുന്ന. ഇനി കണ്ടോ, ഇതുപോലെ കംഫേർട്സ് ഒക്കെ മടക്കി തരുന്നതാണ് ചിപ്പി. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യൂ. 22333150 അല്ലേ ടിയ? ചാർജ് എത്രയാണ് ടിയ? ചാർജ് 1 hour = 100K. ഓക്കെ, 100Kയോ ഇത് മടക്കി തരാൻ? ഓക്കെ, അങ്ങനെ മടക്കി എല്ലാം സെറ്റാക്കി. ഓക്കെ, അപ്പോഴത്തേക്കും വെയിലെല്ലാം പോയിട്ടോ. ഓക്കെ, സെറ്റപ്പ് ആക്കി. അപ്പം ഇന്നത്തെ സ്നീസിങ് ആണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇനി ഒരു 3 പ്രാവശ്യം കൂടി തുമ്മണം. ഗുവ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, എൻ്റെ മേക്കപ്പ് സംഭവങ്ങൾ ഒന്ന് വൃത്തി. ഓക്കെ, ഇപ്രാവശ്യം കുറച്ച് ടൂത്ത് പിക്സ് കൂടിയിട്ടുണ്ട്. കാരണം ടീക്കുട്ടിയുടെ മറ്റേ എന്താ പറയാ, ബ്രേസിയേഴ്സ് ഒന്ന് നോക്കട്ടെ മുത്തേ. ബ്രേസിയേഴ്സ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, പക്ഷേ ടീക്കുട്ടി ചില സമയങ്ങളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞ, ഇതിനുള്ളിൽ മൊത്തം വൃത്തികേടായി കിടക്കാണ്. കാരണം ഒരു 1.5 month എക്സാം പ്രിപ്പറേഷൻ ആണ്. ടീമോളുടെ എക്സാം, ഓണം എക്സാം എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ റൂംസും കുറച്ച് അടിച്ചു പൊളിക്കാനൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം ടീക്കുട്ടി ഇവിടെ ഒന്ന് റെഡി ആക്കട്ടെ ഗായ്സ്, എന്നിട്ട് നമുക്ക് ഈ എക്സാം കഴിഞ്ഞു. പൂട്ടും 2 ദിവസം മുമ്പെയാണ് സ്കൂൾ അടയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കൂൾ ക്ലോസ് അല്ലടാ? ഇന്നൊരു ദിവസം പാലക്കാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസം എക്സാം ഉള്ള കുട്ടികൾ അല്ലടാ, അപ്പം മാറ്റിയിട്ടുണ്ട്, ഒരു ദിവസം കൂടി കിട്ടിയിട്ടുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇതുണ്ടോ, ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ടീക്കുട്ടി ഒന്ന് തുറന്നേ. ടീക്കുട്ടിയുടെ ഫേവറിറ്റ് മേക്കപ്പ് ആക്സസറീസ് ഇങ്ങനെ വൃത്തികേടായി കിടന്നതിനെ നമുക്ക്
ഇവിടെ നിൽക്ക്, ഞാൻ പറയട്ടെ. നമുക്കിനി നല്ല ബ്യൂട്ടിഫുൾ ആക്കണം. എങ്ങനെയാക്കണം ടിയ? ബ്യൂട്ടിഫുൾ ആക്കണം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലല്ലോ. ഓ മൈ ഗോഡ്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കട്ടെ. അങ്ങനെ അത്ര വൃത്തികേടൊന്നുമില്ല, എന്നാലും കുറച്ച് വൃത്തികേടുണ്ട് ഗൈസ്. ടിയക്കുട്ടി ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വൃത്തികേടാണ്. അപ്പോൾ തുടച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദേത്തെ നനച്ചിട്ടൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അതെ, അഴുക്കിനെയൊക്കെ നല്ല തുണിയിൽ വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. ഈ ലിപ്സ്റ്റിക്സ് ഒന്നും അങ്ങനെ ഇടാറില്ല, പക്ഷേ ഇതുകൊണ്ട് മുടിയെല്ലാം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വെച്ചാൽ എക്സാം അല്ലേ മക്കളെ. അപ്പം ഇന്നലെയാണ് എക്സാം എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയതില്ല. പിന്നെ ലൈറ്റ് എനിക്ക് വേണ്ട, ഈ ലൈറ്റും വേണ്ട, ഈ ലൈറ്റാണ് എനിക്കിഷ്ടം. വാം. ഓക്കെ, അപ്പം അങ്ങനെ ചിപ്പി എല്ലാം സെറ്റാക്കി. ഏതായിരുന്നു ഇഷ്ടപ്പെട്ട എക്സാം? ആ, ഇംഗ്ലീഷ് ആണോ? ഓക്കെ ഫൈൻ. 40 മാർക്കിലാണ്, 40 മാർക്സ് ആണ്. ടീക്കുട്ടി CBSE ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. CBSE ആണ്. 40 എത്ര കിട്ടും? ഇംഗ്ലീഷ് 30 above കിട്ടും. ഓക്കെ ഫൈൻ. ഓക്കെ, ആ സെറ്റ്. ഇവിടെ വെച്ചോ ഗൈസ്. ഇത് ഞങ്ങളൊരു ഇതിൽ നോക്കിയത് മുടിയുടെ അതൊന്ന് കളഞ്ഞ മുന്നേ അത് 20 റുപ്പീസിന്റെ. അയ്യോ, അതെന്റെ ഫേവറേറ്റാ. അയ്യോ കളയരുത്, മമ്മാസ് ഫേവറേറ്റ്. ഇത് കണ്ട് എനിക്കൊരു 4-5 ഇനി വാങ്ങിക്കണം. അങ്ങനെ ഏതും കളയരുത് കേട്ടോ. ഇത് മമ്മാസ് ഫേവറേറ്റ്. ഇതിന് ജസ്റ്റ് 20 റുപ്പീസേ ഉള്ളൂ. നമ്മൾ കൽപ്പാത്തി എന്തോ തേരിന് അങ്ങനെ എന്തോ വാങ്ങിയതാ. ഈ ക്ലിപ്പ് ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുമക്കളുടെയും കയ്യിലുണ്ടാവും. ഇത് ഉള്ളവർ കമൻറ്റ്. അപ്പോഴത്തേക്കും ടീക്കുട്ടി വേറെ കുറേ സംഭവങ്ങൾ ആവശ്യമുള്ളത് മാത്രം അവളുടെ ഈ ഒരു സംഭവത്തിൽ നിറയ്ക്കുക കേട്ടോ. ഇതിന് ഒരു കാര്യം കാണിച്ചു തരാം മകളെ. ഇതിന്റെ ടോപ്പ് എവിടെടാ? എവിടെ? മമ്മ ബിൽഡപ്പ് തരാം. ടീക്കുട്ടി സച്ച് ബ്രില്യൻറ്റ്. പിന്നെന്താണ് അറേഞ്ച്മെന്റ്, അതെല്ലാം അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നല്ല കുട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കാണാനില്ല, അതും പറയണല്ലോ. ഇത് എന്തൊക്കെയാണ് യൂസ് ചെയ്യണത് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാനും അറിയില്ല. ഇതെന്തോ ഒരു ലാക്മേയുടെയോ ഹാൻഡ് ക്രീമേ. ആരെങ്കിലും ഹാൻഡിൽ ക്രീം ഇടുവോ ടിയ? ആരെങ്കിലും ഹാൻഡിൽ ക്രീം ഇടുവോടാ? എന്നിട്ട് അത് വെച്ചിട്ടല്ലേ നമ്മൾ കഴിക്കുക. അപ്പൊ അത് വയറിൽ പോവില്ല. പിന്നെ ആൻസർ മൈ ക്വസ്റ്റ്യൻ. അങ്ങനെയൊന്നും കഴിക്കുമ്പോ ഇടാറില്ലാരും. അയ്യോ, ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികളുടെ ഓരോരതേ. ഓക്കെ, ഇവിടെ വേറെ ഇതെന്റെ ഫേവറേറ്റ് ആട്ടോ. എന്റെയും ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതില് ടീക്കുട്ടി ഡെയിലി യൂസ് ചെയ്യുന്നതും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതും സാധനങ്ങളാട്ടോ. ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ? ഓ മൈ ഗോഡ്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഫൺട്യൂറ കാർഡിൽ ഇനി ഒരു 600 to 1000 റുപ്പീസിന്റെ പോയിന്റ്സ് ഉണ്ട്. പൗഡർ ബാക്കിയുള്ളത് നിക്ക്, ഞാൻ എല്ലാവരും കാണട്ടെ. വാവ്, ടിയ സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ. പിന്നെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞ് അത് ഇതുകൂടെ തീരും. ഫൺട്യൂറിന്റെ മേലെ പൗഡർ വിട്ട് വെച്ചിരിക്കുക. വേണ്ടാത്ത മറ്റേ പെർഫ്യൂംസ് ഒക്കെ കളഞ്ഞു കേട്ടോ. പിന്നെ ഞാനിതിപ്പോ ഒന്ന് കളഞ്ഞിട്ട് വരട്ടെ ഗൈസ്. കഴിഞ്ഞെങ്കിൽ കളയടാ, വെറുതെ വെച്ച് ഓരോ. ഇതുണ്ടോ? ഏതൊക്കെ ലിപ്സ്റ്റിക്സ് ആവശ്യമില്ല? ഇതെല്ലാം അമ്മ എടുക്കാനല്ലേ ഗൈസ്? അപ്പൊ ഇത് മുഴുവൻ മമ്മ നിമിഷാണ്ടിക്കാണ്. ടീക്കുട്ടിയുടെ ഫേവറേറ്റ് സംഭവങ്ങൾ ഇതൊക്കെയാണ്. ടീക്കുട്ടി അതെന്താ മുന്ന കുന്നിക്കുരുവോ മഞ്ചാടി? ഓക്കെ, അതും ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. സോ ടീക്കുട്ടിയുടെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മുഴുവൻ നിമിഷാൻ്റെ ആണ്. നിമിഷാൻ്റെ അതൊന്ന് മാറ്റാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഷെൽഫ് കൂടെ ടീക്കുട്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എത്ര ക്ലീൻ ചെയ്താലും ശരി. അത് അവിടെ കാണിക്കുന്നില്ല, അവിടെ മൊത്തം മുടിയും വൃത്തികേടും. ആദ്യം ടീക്കുട്ടി അത് ക്ലിയർ ആക്കട്ടെ അല്ലേ. ഇത് കണ്ടോ, കോപ്പിക്കോന്റെ കടലാസുകൾ. ഓ മൈ ഗോഡ്. പിന്നെ ഇത് ഞാൻ ചൊറി കളയടാ മുടികളിൽ നോക്കുക. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഓർഗനൈസ് ചെയ്യില്ല ടീക്കുട്ടി. നമ്മൾ ആരാ ഓർഗനൈസ് ചെയ്യത്തില്ലടാ. വൃത്തികേടാക്കുകയും ചെയ്യും. പക്ഷെ അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടിപ്പിന് നമ്മൾ ഓർഗനൈസ് ചെയ്യും. അതാണ് നമ്മുടെ ടീക്കുട്ടിയുടെ സ്പെഷ്യാലിറ്റി അല്ലേ മുത്തേ? അല്ലേ? കഴിഞ്ഞു. ശരി. ഓ ടിയ, ഇനി ഇങ്ങനെ ചെയ്യോ? ചെയ്യോ? സൺസ്ക്രീൻ തേച്ചോ? കാരണം ഇവിടെ കാണിച്ചു തരാം ഗൈസ്, നമ്മുടെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. വെയിലടിച്ചിട്ട് ചെടികളൊക്കെ സെറ്റാക്കി. നിമിഷാനിയുടെ ഗാർഡൻ ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവിടെ നമ്മുടെ റംബൂട്ടാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ആരെല്ലാം നമ്മുടെ കുഞ്ഞൻ റംബൂട്ടാൻ കാച്ചി കിടക്കുന്നത് കണ്ടു? സൂം ചെയ്താണ്. ഇനി സൂം ഔട്ട് ചെയ്യാം. ഓക്കെ,
പിന്നെ നമ്മളൊരു പുതിയ സാധനം, നമ്മൾ ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ, കാരണം നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഓണത്തിനും പുറത്തോട്ടൊക്കെ പോകുമ്പം ഒരു ചെറിയൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ആമസോണിൽ അങ്ങനെ എന്തോ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ എന്തോ സാധനം വാങ്ങിയതാട്ടോ. ഇത് ആ സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പം വെച്ചത് ഇതുപോലെയാണ് ഹെയറിൽ ഉണ്ടാവുക. നല്ല സാധനമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്നും ഒരു പിന്നലെടുത്ത് ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാം കേട്ടോ. സംഗതി അടിപൊളിയാണ്, നല്ല വേർത്താണ്, ക്വാളിറ്റി കേട്ടോ. അപ്പം അത് നമ്മളൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ടീക്കുട്ടി ഇപ്പോൾ കയ്യിലിട്ടിരിക്കുന്നത് നമ്മുടെ ഇഷിതക്കുട്ടി, ടീക്കുട്ടിയുടെ ബെസ്റ്റിയായ ഇഷിതക്കുട്ടി ഫ്രം ഗോവ അല്ലേ. ഗോവയിൽ പോയപ്പം അവൾക്ക് വാങ്ങിക്കൊടുത്ത സാധനം കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം അതിൽ കുറച്ച് യൂസ് ചെയ്യാത്ത ഹെയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യാതിരിക്കാനാണ്. അപ്പം മേലത്തെ ഷെൽഫ് ഏകദേശം കഴിഞ്ഞു. സെക്കൻഡ് വൺ ഒന്ന് സെറ്റ് ആക്കണം. ഇത് നമ്മുടെ സെറ്റായി ഒന്ന് നേരെ നിവർത്തി വെക്കേ. എന്താണ് എങ്ങനെ കള്ളിപ്പാറു ഗെയിം കളിക്കാൻ, ഐപാഡ് ഗെയിം കളിക്കാൻ ഓടാൻ നിൽക്കാട്ടോ അവിടെ ഒരാള്. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് ഫസ്റ്റ് ഷെൽഫ്, സെക്കൻഡ് ഷെൽഫ്, തേർഡ് ഷെൽഫ്, ഫോർത്ത് ഷെൽഫ് എല്ലാം ഇപ്പൊ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എവിടെയാ പോകുന്നത്? നമ്മുടെ ഗുവ കട്ട് ചെയ്യാൻ പോവാം അല്ലേ? അപ്പൊ നമുക്ക് കത്തി എടുത്ത് നമ്മുടെ ജീവിതത്തിലെ വെയിൽ ഒരു മിനിറ്റ് ചെയ്യാം. നല്ല വെയിലാണ്. ഇന്നാണ് നമുക്ക് കളക്ടർ മാം ലീവ് തന്നിരിക്കുന്നത് ടിയ. വെയിലത്ത് ഗൈസ് നമുക്ക് നടക്കാം, കുഴപ്പമില്ല. എന്നാലും നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അല്ലേ ടിയ? കളക്ടർ മാം നമുക്ക് ഇന്ന് ലീവ് തന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ടൈം 9:30 ആയിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഗുവ മുറിക്കാൻ പോവാണ്. മെല്ലെ അതിൻ്റെ ഉടുപ്പ് ഊരിക്കോളൂ. ഇപ്പൊ 2 ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് ഇനിയും വലുതാവും എന്ന് അറിയില്ല, പക്ഷെ എന്നാലും വേണ്ട. ഇതാണ് ഗൈസ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇത്രയും ഒരു മിനിറ്റ് കട്ട് ചെയ്യല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പേരയ്ക്ക, കുയ്യാക്ക, പിന്നെ എന്തൊക്കെയാ സംഭവങ്ങൾ. ഇതാണ്ടോ, ഇതിപ്പോ 2 ഇനി വേറെ ഉണ്ട്. മുറിക്കോട്ടിയാ ഗൈസ്. അങ്ങനെ നമ്മുടെ ഗുവ എഴുന്നേറ്റേനി ആ പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഗുവ റെഡി ആയിട്ടുണ്ട്. ഇത്രയും വലിയ ഗുവ ഒന്ന് കഴുകണം അല്ലേ? ക്ലീൻ ആക്കാട്ടോ. ഓൾറെഡി ക്ലീൻ ആണ്, എന്നാലും പക്ഷെ വെയിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അദ്ദിക്കുട്ട പൊട്ടത്തരം കാണിക്കാൻ നമ്മൾ അദ്ദിക്കുട്ടനെ കവിച്ചിട്ടേ ഉള്ളൂ. ബാക്കി ആരും കണ്ടോ കാണിക്കുന്നു. നന്നായിട്ടൊന്നുമില്ല കണ്ടോ. അപ്പൊ ആരെങ്ങനെ കളിക്കണേ? ഓക്കെ ഫൈൻ. അങ്ങനെ നമ്മുടെ ഗുവ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓപ്പൺ ആക്കും എന്ന് പ്രതീക്ഷയിൽ. ഇനിയും പഴുത്തിട്ടില്ല എന്നാണ് കേട്ടോ ഡാഡി പറയുന്നേ. മൂത്തിട്ടില്ലേ എന്നൊരു സംശയം പറയുന്നുണ്ട്. അങ്ങനെ നമ്മളതേ കുറച്ച് ഇങ്ങനെ മുറിച്ച് ഇതാക്കുക കേട്ടോ. ഓ ആഹാ ഗൈസ്, മുറിച്ച് നമ്മുടെ ഡാഡി നമ്മുടെ പ്ലേറ്റിനെ മുറിച്ചിട്ടുണ്ട്. നോക്കിയേ ഗൈസ്, ബട്ടർഫ്ലൈ. ഇന്ന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. തേന് കുടിക്കാം. വെയില് സൂപ്പർ ആയിട്ടില്ലേ നമ്മുടെ ബട്ടർഫ്ലൈ പൂമ്പാറ്റ? അടിപൊളി. ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ബട്ടർഫ്ലൈന്റെ അല്ലാതെ ഇവരുടെ അല്ല. എവിടെ? യെസ് മക്കളെ, ക്ലാരിറ്റി എങ്ങനെയുണ്ട്? പോയി ഗൈസ്. ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ക്യാമറ ഏതാന്ന് ചോദിച്ചവർക്കായി ദിസ് ഇസ് Xiaomi 15 Ultra. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1,20,000 or 30,000 റുപ്പീസാണ് വരുന്നത്. കുറേ പേര് ചോദിച്ചു, അവർക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് അപ്പോൾ? സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ഹോളിഡേ എൻജോയ് ചെയ്യാണ്. തരാം. ആഹാ, കാലാവസ്ഥ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ മനസ്സിലുണ്ട്. ബൈ.